Show her the footages. അല്ല അല്ല ഇങ്ങനെയൊന്നും അല്ല. ഗൗരി നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇനിയൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എന്തായിരുന്നു റോബിനുമായി പ്രശ്നം? ആ രഹസ്യം എന്താണ്? അത് പിന്നെ ഞാൻ പറ്റിപ്പോയി. ഇല്ലെങ്കിൽ അവൻ എന്റെ ജീവിതം നശിപ്പിച്ചേനെ. ഞങ്ങൾ ഈ ട്രിപ്പ് പോരുന്ന എന്റെ തലേദിവസം ഫൈസലെത്തിയോ? ഏയ് ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചതാ. 2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ. പിന്നെ അതാരായിരിക്കും? ഏയ് വല്ല കൊറിയർ ബോയും ആയിരിക്കും. റോബിൻ, എടി നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ കുളിക്കുമായിരുന്നു. പാച്ചുവിനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞല്ലോ നീ ഇവിടെ ഉണ്ടാവുന്നു. എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അവൻ 1 മണിക്കൂറിനുള്ളിൽ വരുന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുളിക്കുമായിരുന്നു. എടി നീ അത് കളാ. ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഗൗരി, ഞാൻ കണ്ടു. ഇവിടുന്ന് ഒരുത്തനെ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടായിരുന്നു. എനിക്കവന് എവിടെയോ പരിചയമുണ്ട്. ആരാത്? ആര് പോയി നാടാ? ഞാൻ ആരെയും കണ്ടില്ല. കൊറിയർ ബോയ് വല്ലതും ആയിരിക്കും. എടി, കൊറിയർ ബോയ്ക്ക് നിന്റെ ബെഡ്റൂമിൽ എന്താടി കാര്യം? ഞാൻ കണ്ടു നിന്റെ പരിപാടികളൊക്കെ കർട്ടൻ്റെ ഉള്ളിൽ കൂടെ. നീ അത് ആരാന്ന് പറയടി. കൈവിട റോബിൻ, പറ പ്ലീസ്. റോബിൻ, മോളെ, ഞാൻ പറയാം. നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. ഞാൻ അവനെ കണ്ടു. അവൻ്റെ വണ്ടി ഞാൻ കണ്ടു. പാച്ചു ഇതറിയരുത്. ഞാൻ പറയാം. പാച്ചു, എന്താ വൈകിയേ? റോബിൻ എത്തി.
എടാ. റോബിൻ മുത്തേ. പാച്ചു. പെട്ടെന്ന് എത്തിയല്ലോടാ. പിന്നെ നീ വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നമുക്കൊന്ന് കൂടണ്ടേ? പിന്നല്ല, നീ കുളിച്ചിട്ട് വാ. എടാ പിന്നെ ആ. വർത്താനം പറയുന്നതിന്റെ ഇടയിൽ അവളെ എനിക്കൊരു ചായ പോലും തന്നില്ല കേട്ടാ. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാനിപ്പോ ചായ എടുക്കാം. ആ നീ മറക്കും. പാച്ചുവിനെ മറക്കൂടി. ഡാ, ഇനി നമുക്ക് ചായയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ റോബിൻ? ചായ വേണേ അവളെന്നെ കുടിച്ചോട്ടെ. പാച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം, അവിടേക്ക് ഇടിച്ചു കയറേണ്ട ഒരാവശ്യവും റൂബിനില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്വകാര്യത ഞാൻ എന്തിനു ചർച്ചയ്ക്ക് വെക്കണം? എന്താണ് ഗൗരി ഒരു മൂഡ് ഓഫ്? ഓ ഒറ്റക്കായ പോലെ തോന്നുന്നുണ്ടാവും. അല്ലെ നിനക്ക് അവനെ കൂടി വിളിക്കായിരുന്നില്ലേ? ട്രിപ്പ് അടിപൊളിയാവുമല്ലോ. എന്നാലും എൻ്റെ ഗൗരി, നിന്നെക്കുറിച്ച് ഞാനത് പ്രതീക്ഷിച്ചില്ല. റോബിൻ ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. നീ എന്നെ വെറുതെ വിട്, എന്റെ വഴിക്ക് വിട്. അതെങ്ങനെ ശരിയാവും? അപ്പൊ പാച്ചു അപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എന്താണ് രണ്ടുപേരും കൂടെ രഹസ്യം പറിച്ചില്? ആ ഒരു ചെറിയ രഹസ്യടാ, പറയട്ടെ? പറയടാ. ആ പറ. പറയട്ടെ എടാ, ഇവളൊക്കെ പറഞ്ഞ ഞാൻ നിന്നോട് കാര്യം പറയാം. എടാ ഒന്നുമില്ലടാ, ഞാൻ ഇവനോട് എന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തരണമെന്ന് പറയായിരുന്നു. ഇവൻ ചുമ്മായിട്ട് വട്ടം കറക്കുന്ന. അതെ പോണ്ടേ? നീ അങ്ങ് പോകാനുള്ള ഇതൊന്നും ആയില്ല. നോക്കുവാ. വാടി പോവാ. ഇങ്ങനെ പോയാ ഉറപ്പായും റൂബിനത് പാച്ചുവിനോട് പറയും. അത് പാടില്ല. ഇതിൻ്റെ പേരിൽ റൂബിനെ എന്തും ചെയ്യും. എത്ര നാൾ ഈ ഹാരാസ്മെന്റ് സഹിക്കും? It's really affecting my dignity and life. പാർട്ട്ണർ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തായതുകൊണ്ട് പാച്ചുവിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷെ എപ്പോ, എങ്ങനെ എന്നൊക്കെ ആലോചിക്കാൻ പോലും സമയം തരാതെ റൂബിനോട് എത്ര തവണ പറഞ്ഞതാ പിന്നീട് സംസാരിക്കാമെന്ന്. ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ആശങ്കയേക്കാൾ മറ്റെന്തോ ഉദ്ദേശമാണ് റൂബിന്. ബന്ധങ്ങളിൽ യാഥാർത്ഥ്യം വെറും കാഴ്ചകൾക്കും എത്രയോ അപ്പുറത്താണ്. സോറി റോബിൻ, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് റോബിനെ അങ്ങ് കൊന്നേക്കാന്ന് തീരുമാനിച്ചോ? അന്ന് രാത്രി കാട്ടിൽ വെച്ച് എന്നെ തനിച്ചു കിട്ടിയപ്പോൾ റോബിൻ പിന്നെയും ചോദ്യം ചെയ്തു. അല്ല ഗൗരി, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. റോബിന് നീ അത് വിട്, ഞാനത് പിന്നെ പറയാം. അപ്പൊ നീ ശരിക്കും പാച്ചുവിനെ പറ്റിക്കായിരുന്നല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ അത് പറയാനുള്ള അവസരമാണോ? ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത് റോബിൻ. അപ്പൊ ഞാനാ പ്രശ്നക്കാരൻ അല്ലേ? ആയിക്കോട്ടെ, എന്റെ ഫോണിങ്ങിതാ. നിക്കടി, ഞാൻ എടുത്ത ഫോണിങ്ങിതാ. നിക്കടി, ഞാൻ എടുത്ത ഫോട്ടോ വേണ്ട, ഒരു കുന്തും വേണ്ട. അടങ്ങടി. അതിന് താ റോബിൻ. പോയേ, നടന്നേ, നീ നടന്നേ.
എടി നേരെ നിന്നേ ഓസി. ആ ഓ, ഏയ്. ഗൗരി. എന്ത് വൃത്തിയാണ് നീ കാണിച്ചേ? എന്താണ് നീ കാണിച്ചേ? മാറി വഴക്കിനിടയിൽ അവസരം ഒത്തുവന്നപ്പോൾ ഞാൻ അവനെ പിടിച്ച് തള്ളി.